Good morning, ma'am. Good morning, all. Morning. Okay, കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തത് വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇത്തിരി സ്പീഡിലാണെങ്കിലും അറിയാവുന്ന ടോപ്പിക്സുകളായിരുന്നു അല്ലേ? ഓക്കെ, നമ്മളപ്പോ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? എംപ്ലോയി കൗൺസിലിംഗ്. ഓക്കെ, ക്രെഡിറ്റ് സൊസൈറ്റി വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമ്മളപ്പോ കണ്ടിരുന്നു അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ അല്ലെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. എംപ്ലോയി ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എപ്പോഴും എന്താണ് നല്ല സ്പീഡിൽ തന്നെ അവർ ഉദ്ദേശിച്ച നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള പല ഇതുകളൊക്കെ നമ്മൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഇതുകളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്രെഡിറ്റ് സൊസൈറ്റീസ് വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതുവരെയും ക്ലിയർ അല്ലേ? ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് എടുത്ത് തുടങ്ങാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എംപ്ലോയി കൗൺസിലിംഗ് അല്ലെ. എന്താണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ചിലപ്പോഴൊക്കെ അവിടെയുള്ള എംപ്ലോയീസിന് എപ്പോഴും എന്താണ് അവര് ബിഹേവിയറിൽ പെരുമാറ്റ രീതികളിലൊക്കെ ചിലപ്പോഴൊക്കെ വീട്ടിലെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ജോലിയിലെ സ്ട്രെസ്സോ എന്തെങ്കിലുമൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ടാവും അല്ലെ. അത് അവരുടെ ആ ഒരു പ്രവർത്തനത്തിലും കാര്യമായിട്ട് റിസൾട്ട് ആയിട്ട് വരുന്നുണ്ടാവും. ഫലങ്ങളിൽ നമുക്കറിയാം നല്ല ഹാപ്പി ആയിട്ട് നല്ല പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നല്ല ഫ്രഷ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സും നമ്മൾ ഇപ്പൊ ഏത് ജോലിയിലേക്ക് വരികയാണെങ്കിലും അങ്ങനെ. അപ്പൊ അത് സ്ട്രെസ് ഒന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കണം അല്ലെ. ചിലപ്പോഴൊക്കെ ചിലരില് ഏതെങ്കിലും രീതിയിൽ നമുക്കിപ്പോ ആ ജോലി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടി ചില സ്ട്രെസ്സുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം മനുഷ്യന്റെ ബിഹേവിയർ എല്ലാവർക്കും വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഓർഗനൈസേഷൻ ഹയർ services of professional counselors for setting personal problems of employees. ചിലപ്പോഴൊക്കെ ചില ഡ്യൂട്ടികൾ ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം പുതിയ കാര്യങ്ങളൊക്കെ ചിലപ്പോ എംപ്ലോയറിന് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഏതൊരു ഓഫീസിലാണെങ്കിലും അത് അഡോപ്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതിനെ ഫേസ് ചെയ്യാൻ ചിലപ്പോ എംപ്ലോയീസിന് പറ്റാത്തൊരവസ്ഥയായിരിക്കും അല്ലെ. കുറെ നാളുകൾക്ക് ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ കൂടി പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കുറവായത് കൊണ്ട് അവർക്കൊരു സ്ട്രെസ്സും അതേമാതിരി തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവാം. അപ്പൊ അവിടെ തീർച്ചയായിട്ടും അടുത്ത് പറയുന്നത് സെറ്റിംഗ് പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ് അല്ലെ. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലേഴ്സിനൊക്കെ അവര് ഓർഗനൈസേഷൻ തന്നെ നേടിയെടുക്കാറുണ്ട്. അവര് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലൊക്കെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാറുണ്ട്. എംപ്ലോയീസ് ഹാവിംഗ് പേഴ്സണൽ പ്രോബ്ലംസ് ക്യാൻ ഈസിലി അപ്രോച്ച് ദീസ് കൗൺസിലേഴ്സ് ഫോർ എ പ്രൈസ്. ചില സ്ഥാപനങ്ങളിലൊക്കെ സ്ട്രെസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് സൗകര്യമുണ്ടെന്ന് പറയും അല്ലെ. ഉണ്ടാവോ അങ്ങനത്തെ ഒരു IT കമ്പനികളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ നമുക്കറിയാം കൂടുതൽ അവര് പ്രൊജക്ടുകളൊക്കെ ഇത്ര സമയത്തിനുള്ളൊക്കെ ടാർഗറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥയ്ക്ക് വരുമ്പോൾ അവർക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ ഉറക്കാൻ നിന്നൊക്കെ വർക്ക് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻ കേസ് നമുക്കറിയാം പഠന കാലഘട്ടങ്ങളിലാണെങ്കിൽ കൂടി എൻട്രൻസ് കാര്യങ്ങൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം അവർക്ക് കൗൺസിലിംഗ് ഒക്കെ ചില അവസരങ്ങളിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ഉണ്ടാ? അതെന്തുകൊണ്ടാണ് അവരെങ്ങനെ ഉദ്ദേശിക്കുന്നത്? അവരെങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ? ഇപ്പൊ പഠിക്കുന്നവരാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും
അല്ലെ അതിൽ നിന്ന് താഴോട്ട് വ്യതിചലിക്കാതെ അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെ ആത്മവിശ്വാസം നേടിയെടുത്തിട്ട് നമ്മളെ കൊണ്ട് പറ്റും അല്ലെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു വില്ലിങ്ങിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് എംപ്ലോയീസ് ഹാവിംഗ് പേഴ്സണൽ പ്രോബ്ലംസ് ക്യാൻ ഈസിലി അപ്രോച്ച് ദീസ് കൗൺസിലേഴ്സ് ഫോർ എ പ്രൈസ്. ചിലപ്പോഴൊക്കെ നിശ്ചിത ശതമാനം പലിശ അല്ലെ സേവനത്തോടൊപ്പം തന്നെ ചിലപ്പോൾ കൂലി ഒരു നിശ്ചിത തുകയൊക്കെ ഈടാക്കിയിരിക്കും. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഈ ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Then such counseling provides mental peace and comfort to employees, thus promoting punctuality and professionalism and resulting in improvement in habits like absenteeism and absent mindedness. അതായത് നമുക്കറിയാം എപ്പോഴും ജോലിക്ക് വരാതിരിക്കുന്നതിന്റെ മെയിൻ കാരണം എന്തുകൊണ്ടായിരിക്കും? നല്ല ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺസിനൊക്കെ ജോലിക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഒരു ജോലിക്ക് വരണമെങ്കിൽ നമുക്കറിയാം ഒരു എന്താണ് സാലറി കിട്ടും. അത് മാത്രമായിട്ടായിരിക്കില്ല എല്ലാവരും അല്ലെ ആഗ്രഹിക്കുന്നത്. ചിലപ്പോ സാലറിക്ക് വേണ്ടി മാത്രം വരുന്നവരൊക്കെ എന്താണ് ഭയങ്കര പോരാട്ടം അല്ലെ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ചിലപ്പോ വരുന്നവരുണ്ടാവും. ഒരു ദിവസമെങ്കിലും അവധി കിട്ടണം അല്ലെ ഒരു ദിവസമെങ്കിലും ലീവ് എടുക്കാനൊക്കെ ആയിട്ട് ചിലരൊക്കെ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ളവരായിരിക്കും? തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കും? റെസ്പോണ്ട് ചെയ്യുന്നവരൊക്കെ പോയോ? അതോ കേറിയിട്ടില്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ക്ലിയർ ആവാഞ്ഞിട്ടാണോ? ഇങ്ങനത്തൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണോ? ക്ലിയർ ആവാഞ്ഞിട്ടാണോ? കേൾക്കുന്നില്ലേ നിങ്ങള്? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഓക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും അല്ലെ? ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അതാണ് നിങ്ങള് ഈ ഒരു ക്ലാസ് എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിപ്പെട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതില് അല്ലെ ലയിക്കാൻ പറ്റാത്തത്. ഇത് കുഴപ്പമില്ല, നിങ്ങൾക്കറിയാം ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരും ചിലപ്പോൾ ഇൻവോൾവഡ് ആവണമെന്നില്ല. എന്താണ് നോക്കാം, ശ്രദ്ധിക്കുക. കുറച്ച് നമ്മള് അല്ലെ എനിക്ക് ഇത് തോന്നുന്നു ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് റിപ്ലൈ ചോദിച്ച് വേഗം വേഗം അങ്ങോട്ട് പോയിന്റ്സ് കവർ ചെയ്ത് പോകാന്ന് വിചാരിക്കുന്നത്. എന്താണ് എംപ്ലോയീസ് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി നമുക്കിത് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഞാനിങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺസ് തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഏതൊരു പ്രൊഫഷനിലാണെങ്കിലും അതിൽ ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺസ് ആണെങ്കിൽ ആ തൊഴിൽ ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും പോകാൻ ശ്രമിക്കും. ഇൻ കേസ് അല്ലെ ഇൻട്രസ്റ്റ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മടി കാണിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൗൺസിലിംഗ് നടത്തുമ്പോൾ നമുക്കറിയാം മടിയുള്ള പേഴ്സൺസിനൊക്കെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ പ്രോപ്പർ ആക്കി നിർത്തി കഴിയുമ്പോൾ എന്താണ് അവര് ആബ്സെന്റീസ് ഒന്നും ഇല്ലാതെ അല്ലെ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒഴിവെടുക്കുന്ന ആ ഒരു ശീലമൊക്കെ ഉപേക്ഷിച്ച് എല്ലാ ദിവസവും തന്നെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളത്. പങ്ക്ച്വലായിട്ട് എത്താനായിട്ട് ശ്രമിക്കും, സമയത്തിന് തന്നെ എത്താനായിട്ട് ശ്രമിക്കും, ലീവ് എടുക്കാനായിട്ടൊന്നും അവര് ഇടകൊടുക്കുകയില്ല എന്നുള്ളത്. ഈ പോയിന്റ് ഓക്കെയാണോ? ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കുമ്പോഴാണ് ലീഗൽ അസിസ്റ്റൻസ്. അപ്പൊ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൗൺസിലേഴ്സിനെ നിയമിക്കുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ലീഗൽ അസിസ്റ്റൻസ് ആണ്. ലീഗൽ എന്ന് പറയുമ്പോൾ എന്താണ്? നിയമപരമായിട്ട് അല്ലെ നിയമപരമായിട്ടുള്ള സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങളും ഓർഗനൈസേഷൻ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ലീഗൽ അസിസ്റ്റൻസ് ടു എംപ്ലോയീസ് ത്രൂ ലോയേഴ്സ് എംപ്ലോയിഡ് ബൈ ദ ഓർഗനൈസേഷൻ ബൈ ഹയറിംഗ് ദ സർവീസ് ഓഫ് എക്സ്റ്റേണൽ ലോയേഴ്സ്. പുറത്തുനിന്നുള്ള ലോയേഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെ നമുക്ക് നിയമസഹായങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള അവരുടെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ലീഗൽ അസിസ്റ്റൻസിനൊക്കെ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കും. ചിലപ്പോൾ നമുക്കറിയാം അക്കൗണ്ട്സ് മേഖലകളിലൊക്കെ അല്ലെ ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകണമെങ്കിൽ ചില നിയമ നടപടികളൊക്കെ വിധേയമാക്കേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അവിടെയുള്ള എംപ്ലോയീസിന് എന്താണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് ലോയേഴ്സിന്റെ ഒക്കെ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൂടി എംപ്ലോയർ ശ്രദ്ധിക്കുമെന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലീഗൽ അസിസ്റ്റൻസ് കണ്ടു, എംപ്ലോയീസ് കൗൺസിലിംഗ് കണ്ടു, ദെൻ ഹോളിഡേസ് ഹോംസ്.
ഹോളിഡേ ഹോം എന്ന് പറയുന്നത് സം ലാർജ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ഹോളിഡേ ഹോംസ് conveniently area or arrange for contract accommodation and help the resort at organization costs for their employees to unwind, then revitalize or just rest and resume their work with recharged zeal and enthusiasm. അതായത് ചിലപ്പോൾ നമുക്കറിയാം ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അല്ലെ അവർക്ക് ഒരു പക്ഷേ വലിയ വലിയ അല്ലെ സ്ഥലങ്ങളിൽ കുറെ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ആ ഡ്യൂട്ടിയിലേക്ക് കയറാനുള്ള സമയം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്ന ഒരു സമയം മാത്രമാകും അവശേഷിക്കുക. പിന്നെ ഉണ്ടാവില്ലേ ചിലർക്ക് ലീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അല്ലെ നമുക്കറിയാം ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടും. തീർച്ചയായിട്ടും അടുത്താണ് വീടുള്ളവർക്ക് അതുകൊണ്ട് കുഴപ്പമില്ല, അത് ഫ്രഷ് ആവാനായിട്ടുള്ള സമയമുണ്ട്. പക്ഷെ അടുത്ത എല്ലാ വീടെങ്കിലും നമുക്കറിയാം അവരവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഒന്നുകൂടി ടയേർഡ് ആവുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സൗകര്യം ഒരു റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് അല്ലെ ആ ഒരു ജോലിയിൽ നിന്ന് ഒരു വീട്ടിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റീഫ്രഷ് ആവാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളും എംപ്ലോയേഴ്സ് ചിലപ്പോൾ ഈ എംപ്ലോയികൾക്ക് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുമെന്നുള്ളത്. അതായത് ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള അവസരങ്ങളും അവർക്ക് വേണ്ടി സൃഷ്ടിക്കും. സം ലാർജ് ഓർഗനൈസേഷൻസ് സെറ്റപ്പ് ഹോളിഡേ ഹോംസ് അല്ലെ. അത്തരത്തിലുള്ള ഹോംസുകളെ പറയുന്ന പേരെന്താണ്? എന്താണ് അത്തരത്തിലുള്ള ഹോംസുകളെ പറയുന്ന പേരെന്താണ്? ഹോളിഡേ ഹോംസ് അല്ലെ. ഹോളിഡേ ഹോംസ് എന്ന് പറയുമ്പോൾ ലാർജ് അല്ലെ ലാർജ് ഓർഗനൈസേഷൻസ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ഒരു റിഫ്രഷ് ചെയ്യാൻ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, ഒന്ന് നല്ല എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങി അല്ലെ ഒരു ഫ്രഷ് ആവാനായിട്ടുള്ള ഒരു സ്ഥലം പ്ലേസ് ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങളും ചില ഓർഗനൈസേഷൻസ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യാറ്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഹില്ലി ഏരിയകളൊക്കെ ആവുമ്പോൾ അല്ലെ കുന്നു പ്രദേശങ്ങളൊക്കെ ആവുമ്പോൾ അവർക്ക് യഥാർത്ഥ സ്ഥലത്തേക്ക് എത്താനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാവലിംഗ് ഒക്കെ നടത്തി അല്ലെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീടുകളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം റെസ്റ്റ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിൽ എന്താണ് ഹോമുകൾ സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സർവീസ് ആണ് ഹോളിഡേ ഹോംസ്. വേറല്ലേ? ഓക്കെ, അല്ല എടുത്ത് രണ്ടു മൂന്ന് വേർഡ് എന്ന് പറയുന്നത് സീൽ അല്ലെ. സീൽ ആൻഡ് എന്തോസിയാസം എന്നൊക്കെ പറയുന്ന ഉത്സാഹത്തോടു കൂടി ജോലി പുനരാരംഭിക്കാനായിട്ട് അല്ലെ. അതാണ് അവിടെ ആ വേർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഉത്സാഹത്തോടു കൂടിയിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒന്ന് ഫ്രഷ് ആവണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ് ആണ് ഹോളിഡേ ഹോംസ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അത് മിക്കപ്പോഴും ഇപ്പൊ മിക്ക കമ്പനികളും കൊടുക്കുന്നതാണ് അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് മിക്ക കമ്പനികളും എല്ലാ ജീവനക്കാർക്കും കൊടുക്കുന്നതാണ്. നമുക്കറിയാം അവരെ സംബന്ധിച്ച് എംപ്ലോയറെ സംബന്ധിച്ച് കൃത്യസമയത്ത് തന്നെ തൊഴിലാളികൾ എത്തുകയും ചെയ്യും അല്ലെ. എന്നാൽ അത്യാവശ്യം അവിടെ നിന്ന് ചെറിയ രീതിയിലൊക്കെ ചിലപ്പോഴൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ചിലപ്പോഴൊക്കെ ചെറിയൊരു കൂലിയും കൂടി അല്ലെ ഒരു സർവീസിനോടൊപ്പം തന്നെ ചെറിയ ചാർജറ്റും കൂടി അവർ ഈടാക്കാറുണ്ട്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നോക്കാം. Organizations provide pickup and top-up facilities to those employees who are not staying in the quarters of the organization. Right? Organization തന്നെ ക്വാർട്ടേഴ്സിലൊന്നും തങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആണിത്. അവരെ എന്താണ് കൊണ്ടുവന്ന് എത്തിക്കുകയും അവരെ വീടുകളിൽ നിന്ന് എടുത്ത് ഓർഗനൈസേഷനിൽ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ്. This improve punctuality and reduce stress among employees. നമുക്കറിയാം സമയത്തിന് തന്നെ കാര്യങ്ങളല്ലേ എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എംപ്ലോയീസുകൾക്ക് അല്ലെ സ്ട്രെസ് ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്തിട്ട് അവരോടൊപ്പം തന്നെ അല്ലെ എന്താ പറയുന്നത് നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം തന്നെ യാത്ര ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് തന്നെ ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളിലൊക്കെ എത്തിപ്പെടാനും ജോലി ചെയ്യാനായിട്ടും സഹായിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ആണ് അല്ലെ. ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഒന്ന് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി സമയം തരാം വായിക്കാൻ. വെൽഫെയർ സെക്ഷൻസ് എന്താ വെൽഫെയർ സെക്ഷനിൽ പറയുന്നത്? സം ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ് വെൽഫെയർ സെക്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ് മാൻഡ് ബൈ welfare officers to look into matters related to welfare benefits so as to enable effective implementation of welfare schemes indicated. അതായത് നമ്മൾ പ്രധാനമായിട്ടും വെൽഫെയർ സെക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ. ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അത് ഓരോ സെക്ഷൻ തിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ചിട്ട് തന്നെ വെൽഫെയറുകൾ കൊടുക്കും അല്ലെ.
അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ഒരു വലിയ സ്ഥാപനമൊക്കെ ആകുമ്പോൾ അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഉണ്ടാവും. അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാവുമ്പോൾ അവിടെ ഓരോരുത്തർ ഓക്കെ. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് വെൽഫെയർ സ്കീംസ് ഇനീഷ്യേറ്റഡ് അല്ലെ? ഇനീഷ്യേറ്റ് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ മുൻകൈ എടുത്ത് നടപ്പാക്കാനായി ഓരോ ഡിപ്പാർട്ട്മെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എന്തെങ്കിലും വെൽഫെയർ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ നടപ്പാക്കും. Then എന്താ പറയുന്നത്? So as to enable effective implementation of a welfare scheme initiated by organization, this is a one-point contract place and hence employees do not have to run from pillar to post to solve any of their welfare related problems. ഇങ്ങനെ വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഒരു കോൺട്രാക്ട് ഇല്ലേ, ഒരു ഇതില് നമുക്ക് എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് അല്ലെ, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ വരുമ്പോൾ സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്ന്. കേസ് വെൽഫെയർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്കറിയാം. എന്ത് സംഭവങ്ങളും ആരുടെ ലീഡർഷിപ്പോട് കൂടിയിട്ട് എടുത്താലും അവിടെ എന്തെങ്കിലുമൊക്കെ ചിലരൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നിലപാട് സ്വീകരിക്കുന്നവരും ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ. നമ്മളിപ്പോ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ചെറിയ സംരംഭം തുടങ്ങിയാണ്, അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഇടയിൽ അല്ലെ എന്തെങ്കിലും സംഭവങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് തുടങ്ങിയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ചിലപ്പോ ആരെങ്കിലൊക്കെ ഒന്ന് കുതിത്തിരിപ്പിടിക്കാനായിട്ട് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുകയാണെങ്കിൽ എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർ തന്നെ ആ പില്ലറിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലുള്ള വെൽഫെയർ സെക്ഷൻസ് നമുക്കറിയാം. ഒന്നിച്ചൊരു വെൽഫെയർ സെക്ഷൻ മാത്രമല്ല സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടും വെൽഫെയർ പ്രവർത്തനങ്ങളൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കി പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള ഉദ്ദേശ്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിലെ ഈ വെൽഫെയർ പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാനായിട്ട് ഒതുക്കി തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പിക്നിക്സ് ആൻഡ് പാർട്ടീസ്. ഓക്കെ. മിക്കപ്പോഴും ഇപ്പൊ അല്ലെ ഏത് എന്താണ് നമുക്ക് വെക്കേഷൻ ടൈമിൽ കാണാം, ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ പോണ കാണാം അല്ലെ? കാണാറുണ്ടോ? അത് എല്ലായ്പ്പോഴും ആ ടൈമിലൊക്കെ ആവുമ്പോഴാണ് ഓരോ കമ്പനിക്കാരും ഏത് സ്ഥാപനമാണെങ്കിലും അവരുടെ എന്താണ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ടൂർ പാക്കേജുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും അല്ലെ? ഇൻ കേസ് ഇങ്ങനെ വെക്കേഷൻ ടൈമിൽ മാത്രമല്ല ഓരോ സീസൺ ബേസ് അല്ലെ? അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ടൂർ പാക്കേജുകൾ കൊടുക്കുന്നത്? അവിടെയുള്ള വർക്കേഴ്സിനെ ഇത്രയും കൂടി തൃപ്തിപ്പെടുത്താണ് അല്ലെ? അവർക്ക് ഇത്രയും കൂടി ഒരു എൻജോയ്മെന്റ് ടൈമൊക്കെ അവസരങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് അല്ലെ? വൺസ് ഓർ ട്വൈസ് ഇൻ എ ഇയർ ഓർഗനൈസേഷൻസ് അറേഞ്ച് സ്റ്റാഫ് പിക്നിക്സ് ഓർ സെലിബ്രേറ്റ് ബർത്ത്ഡേ പാർട്ടീസ് ഓഫ് എംപ്ലോയീസ്, ഫെസ്റ്റിവൽ ഡേയ്സ് ഓർ സെലിബ്രേറ്റ് മിൽസ്റ്റോൺ അച്ചീവ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതായത് നമുക്ക് ചിലപ്പോഴൊക്കെ ചില സ്ഥാപനങ്ങളൊക്കെ കുറെ നേട്ടങ്ങൾ നേടിയെടുക്കും അല്ലെ? നല്ല വിന്നേഴ്സ് ആയിട്ട് മാറും. അപ്പൊ എന്തെങ്കിലും വിന്നേഴ്സ് എന്തെങ്കിലും വിജയത്തിന്റെ ഏറ്റവും തലപ്പത്തുള്ള സ്ഥാപനമാണെന്നുള്ള ഒരു അക്രഡിറ്റേഷൻ അല്ലെ, ഒരു ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് മിൽസ്റ്റോൺ എന്ന് പറയുന്നത്. മിൽസ്റ്റോൺ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നാഴികക്കല്ല് അല്ലെ? അത്തരത്തിലുള്ള നാഴികക്കല്ലുകൾ അച്ചീവ് ചെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം അത് ആഘോഷിക്കാനായിട്ട് അവിടുത്തെ വർക്കേഴ്സ് തയ്യാറാവും. എംപ്ലോയീസിനെയും കൂട്ടിയിട്ട് എന്തെങ്കിലും പാർട്ടീസ് ഒക്കെ സംഘടിപ്പിച്ചിട്ട് തന്നെ ആഘോഷം എന്താണ് ഇത്തിരി കൂടി മനോഹരമാക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്കറിയാം അങ്ങനെ ഒരു അവസരം അവിടെയുള്ള എംപ്ലോയീസിനും കൂടി കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ഇച്ചിരി കൂടി അല്ലെ അല്ലെങ്കിൽ എന്താണ് നേട്ടങ്ങൾ നേടിയെടുത്താൽ എംപ്ലോയർ മാത്രം അതിന്റെ ആ ഒരു ക്രെഡിറ്റ് ഫുൾ നേടിയെടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? എന്തെങ്കിലും ഒരു നേട്ടം കമ്പനിക്ക് ഉണ്ടായി വരുമ്പോൾ അതില് എംപ്ലോയീസിനും കൂടി ഒരു പങ്കാളിത്തം കൊടുക്കാൻ അവസരം കിട്ടിയില്ല എങ്കിൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവോ? തൃപ്തിയാവോ? ഇല്ല. കാരണം അവരുടെയും കൂടി കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ആ ഒരു സ്ഥാപനത്തിന് നല്ലൊരു നേട്ടം നേടിയെടുക്കാൻ സാധിച്ചത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി അല്ലെ ആ ഒരു ഓർഗനൈസേഷനോട് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സന്നദ്ധത അവർക്ക് ഉണ്ടാവും.
അതുമാതിരി തന്നെ ഫെസ്റ്റിവൽ ഡേയ്സുകൾ നമുക്കറിയാം, ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ അല്ലെ. അതേമാതിരി തന്നെ മുസ്ലിംസിന്റെ അല്ലെ ആ ഒരു പ്രത്യേകിച്ച് ഉള്ള തിരുനാൾ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും അവസരങ്ങൾ അല്ലെ ഹോളിഡേ ഒക്കെ ആയിട്ട് മാറ്റി അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതല്ലെങ്കിൽ എന്താണ് പിക്നിക്കുകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ എന്താണ് അവിടെ ഓർഗനൈസേഷനിലുള്ള തൊഴിലാളികൾക്ക് നല്ല എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ സ്ഥാപനത്തിൽ തുടർന്നും വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും അല്ലെ. അത് മാത്രമല്ല അവരുടെ വർക്കിലും അത് പ്രതിഫലിപ്പിക്കും. അല്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ. Then picnics and parties promote coordination. Then എന്താ പറയുക cooperation and bonding among employees. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അവിടെ എടുത്ത് പറയുന്നത്. എന്താണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കും അല്ലെ. എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ടൂർ പാക്കേജ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് അല്ലെ എന്തെങ്കിലുമൊക്കെ ഡാൻസും പാട്ടും ഇതൊക്കെ ഇൻട്രസ്റ്റീവ് ആയിട്ട് മാറ്റാനായിട്ട് എല്ലാവരെയും കൂടി കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറെ പേര് തയ്യാറാവും അല്ലെ. അവർ ചിലപ്പോഴൊക്കെ ആ സമയങ്ങളിലായിരിക്കും ചിലരുടെ ഒഴിഞ്ഞിടക്കുന്ന പ്രതിഭ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അല്ലെ. അപ്പൊ അവരിൽ അതിനുള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ അവർക്ക് എല്ലാവരോടും സഹകരിച്ച് നല്ല ഏകോപനത്തോട് കൂടിയിട്ട് അവർക്ക് വർദ്ധിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അവർ തീർച്ചയായിട്ടും അത് മാക്സിമം എൻജോയ് ചെയ്യും അല്ലെ. പിക്നിക്സ് ആൻഡ് പാർട്ടീസ് പ്രൊമോട്ട് കോർഡിനേഷൻ, കോർപ്പറേഷൻ ആൻഡ് ബോണ്ടിങ് എമംഗ് ദ എംപ്ലോയീസ്. എല്ലാവരോടും നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള പാർട്ടീസ് കൊണ്ട് എംപ്ലോയീസിന് നൽകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു പോയിന്റും കൂടി ഉണ്ട്. ഒരു പോയിന്റും കൂടി എടുത്തിട്ട് വായിക്കാൻ ഒരു അവസരം തരാം. ജസ്റ്റ് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ്ലേനിയസ് എന്താണ്? മിസ്ലേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെടാത്ത എന്തെങ്കിലും അല്ലെ. സ്മോൾ ഗസ്റ്റേഴ്സ് or expression of warmth and good intention have profound effects. Organizations set up facilities like clubs, gymnasium and community centers, organize sports activities with award, offer gifts during festivals and birthdays and grand leave travel concessions. അതായത് നമ്മള് ഈ നല്ലൊരു അല്ലെ ഉദ്ദേശത്തോട് കൂടിയിട്ട് അത്തരത്തിലുള്ള നല്ല ഊഷ്മളതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ട് അല്ലെ. എക്സ്പ്രഷൻ ഓഫ് വാംത്ത് ആൻഡ് ഗുഡ് ഇന്റൻഷൻ ഹാവ് പ്രൊഫേർഡ് എഫക്ട്സ്. ഇച്ചിരി കൂടി ഓർഗനൈസേഷൻ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് നല്ലൊരു മമത അല്ലെ. നല്ലൊരു സ്ഥാപനമാണ്, എംപ്ലോയീസിനെ കൂടി പരിഗണിക്കുന്നുണ്ട്, അവരുടെ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു എയിമിലേക്ക് തന്നെ ലക്ഷ്യത്തിലേക്ക് തന്നെ വെച്ച് പുലർത്തുന്ന പല കാര്യങ്ങൾ കൂടി ക്ലബുകളോ അല്ലെങ്കിൽ ജിംനേഷ്യം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് നമുക്കറിയാം സ്പോർട്സ് ആർട്സ് എന്നൊക്കെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ക്ലബൊക്കെ സംഘടിപ്പിച്ച് അതിനൊക്കെയുള്ള ഒരു സീസൺ അല്ലെ നമുക്കറിയാം. അതിനൊക്കെയുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവരവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കും. സഹപ്രവർത്തകരോടൊപ്പം ഒന്നിച്ചു നിന്നല്ലേ നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള അവസരമുണ്ട്. നല്ല ഹാപ്പി അല്ലെ, നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവർക്ക് അത് എൻജോയ് ചെയ്യാനൊക്കെയുള്ള അവസരം തന്നെയുണ്ട്. ഓഫർ ഗിഫ്റ്റ് ഡ്യൂറിങ് ഫെസ്റ്റിവൽസ് ഇൻ കേസ് നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താണ് ഗിഫ്റ്റുകളും കൂടി പ്രദാനം ചെയ്യും അല്ലെ. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടുന്നവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കില്ലേ? കൊടുക്കോ? സ്പോർട്സ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലബ്ബുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ എംപ്ലോയീസിന് വേണ്ടി കൊടുത്ത് അവർക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അല്ലെ. അപ്പൊ അവരെ ഇച്ചിരി കൂടി നമ്മള് ഉത്സാഹഭരിതരായിട്ടുള്ള നല്ല ഒരു ഓർഗനൈസേഷൻ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൂടി പരിഗണിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളൊരു വിലയിരുത്തലേക്ക് എത്തിപ്പെടുത്താനായിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും എന്താണ് എംപ്ലോയറിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഓഫർ ഡ്യൂറിങ് ഫെസ്റ്റിവൽസ് ആൻഡ് ബർത്ത്ഡേസ് ആൻഡ് ഗ്രാൻഡ് ലീവ് ട്രാവൽ കൺസെഷൻസ്. അതായത് നമുക്ക് എന്തെങ്കിലും അവാർഡുകളൊക്കെ നൽകുന്നതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൺസെഷൻസ് അല്ലെ വരുന്നതിന് നമുക്കറിയാം കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ളൊരു കണ്ടീഷൻ വെക്കും അല്ലെ. നമ്മളുടെ അല്ലെ സ്ഥാപനത്തിലുള്ളവർക്ക് ഇത്രയും മതി, പുറത്തുനിന്നുള്ളവർക്ക് കുറച്ചും കൂടി ഫണ്ട് ഇറക്കിയിട്ട് വേണം ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു പാർട്ടികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഫംഗ്ഷനുകളിലൊക്കെ എന്താണ് അവർക്ക് ഫുൾ ആയിട്ട് ഒരു ഇൻവോൾവ്മെന്റ് കിട്ടുകയും ചെയ്യും. പുറത്തുള്ളവരുടെ ഇടയിൽ ഒരു സ്ഥാനപ്പേര് നേടിയെടുക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഓരോ
ബെനിഫിറ്റുകൾ, അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ഓർഗനൈസേഷൻ പാക്കേജിൽ നിരത്തി വെക്കും. ചിലതൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം പാളിപ്പോവും, ചിലതൊക്കെ എന്താണ് എംപ്ലോയീസിനെ നിലനിർത്താനായിട്ടും അല്ലെങ്കിൽ അവരെ ഇതിലും കൂടി ഇൻട്രസ്റ്റീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, നമ്മളപ്പോ പോയിന്റ് തുടങ്ങിയത് വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ആണ്. അതിന്റെ കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ എടുത്തത്. ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാനോ വായിച്ചു നോക്കിയോ? എത്ര സ്പീഡിലാണ് വായിച്ചിരിക്കുന്നത് എടുത്തത്, കാരണം സ്പീഡിൽ പോട്ടെ എന്ന് ഓർത്തിട്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇത്തിരി സ്ലോയില് വിടാതിരുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ PF അല്ലെ, PF എടുക്കും. then എന്താണ് ഗ്രാറ്റുവിറ്റി ഉണ്ട്. അങ്ങനെ പലതരത്തില് എംപ്ലോയീസിന്റെ ഒരു ഏജിനെയും കൂടി അല്ലെ, അവരുടെ കുറച്ചും കൂടി കാലഘട്ടം കഴിയുമ്പോൾ, അതായത് പെൻഷനൊക്കെ പറ്റുന്ന കാലഘട്ടമൊക്കെ ആകുമ്പോഴും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു അത് മുൻകരുതലായിട്ട് അല്ലെ, അതിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ ചില പാക്കേജുകളുമുണ്ട്. ചിലതൊക്കെ നമുക്കറിയാം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അല്ലെ, നിയമപരമായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ഇത്രയും എണ്ണത്തിൽ കൂടുതൽ വർക്കേഴ്സ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ആക്ടിന്റെ കീഴിൽ വരും. മസ്റ്റായിട്ടും ആ ആക്ടിന്റെ കീഴിൽ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടുത്തെ എംപ്ലോയീസിന് നൽകേണ്ടതാണ് അല്ലെ. അത്തരത്തിലുള്ള ആക്ടുകളൊക്കെയാണ് നമ്മുടെ എന്താണ് ഈ PF. നമുക്ക് അറിയാം PF പോലെയുള്ള ആക്ടുകളൊക്കെ അത്തരത്തിലുള്ളതാണ്. അതായത് എംപ്ലോയീസിന് മസ്റ്റായിട്ടും ഇത്രയും കൂടുതൽ വർക്കേഴ്സ് ഉള്ള സ്ഥാപനങ്ങളിൽ അവിടെയുള്ള എംപ്ലോയീസിന് PF ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് അത് മസ്റ്റായിട്ട് നിർവഹിക്കേണ്ടതാണ്. ഇൻ കേസ് അതൊന്നും നിർവഹിച്ചില്ലെങ്കിൽ എന്താണ് ലീഗൽ ആയിട്ടുള്ള നടപടികൾക്കൊക്കെ വിധേയമാകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അത് കമ്പൽസറി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമുക്കറിയാം ചില സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് ഇത്ര വർക്കേഴ്സ് ഇല്ലെങ്കിലും വോളണ്ടറി അവര് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ സ്വമേധയാ അവർക്ക് വേണ്ടി അവിടെയുള്ള വർക്കേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ആനുകൂല്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്.
അപ്പൊ നേരത്തെ നമ്മൾ കണ്ട ബെനിഫിറ്റ്സുകളെല്ലാം മസ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ള നിയമവ്യവസ്ഥകളൊന്നുമില്ല. ഉണ്ടോ? നമ്മൾ നേരത്തെ കണ്ട പോയിന്റ്സുകളിലെല്ലാം മസ്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് എന്തെങ്കിലും നിയമവ്യവസ്ഥ വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം അത് അവിടെ എംപ്ലോയർ ക്ലബ്ബ് സെറ്റ് ചെയ്യുക, പിക്നിക്കിന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവിടെ കൗൺസിലിംഗ് രീതികൾ വാഗ്ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് എംപ്ലോയർ സ്വമേധയാ കൊടുക്കുന്ന കുറെ ഇതുകളാണ്. അതേസമയം ചില കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അത് നിയമവ്യവസ്ഥയാണ്. ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ അല്ലെ എണ്ണങ്ങളിൽ കൂടുതൽ വർക്കേഴ്സ് ആ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആക്ടിന്റെ കീഴിൽ വരേണ്ടതാണ്. ആ ആക്ട് എന്താണോ അനുശാസിക്കുന്നത് ആ രീതി തന്നെ അവിടെയുള്ള എംപ്ലോയീസിനോട് വർദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം ഇതിൽ കൊടുത്തിരിക്കുന്ന ആക്ടുകളുടെയൊക്കെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലെ. നമ്മളിപ്പോ 1952 അല്ലെങ്കിൽ 1972 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് 2025 അല്ലെ. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഇതിനൊക്കെ എന്താണ് അമെന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്ന് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് അല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അതായത് ആക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിയമവ്യവസ്ഥയ്ക്ക് കീഴിലുള്ളതാണ്. അത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടുകളുടെ പേരുകളാണ് ഇതിലുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് പറയുന്നത്. 300 അല്ലെ 300 പേയ്മെന്റുകളിനേക്കാൾ കൂടുതലുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു തൊഴിലിന് പോയി കഴിഞ്ഞാൽ 300 കൂലി എന്ന് പറയുന്നത് ഒന്നുമില്ല അല്ലെ. ഒരു മിനിമം കൂലി എന്ന് പറയുന്നത് വരെ 1000 എത്തി. ഇല്ലേ? എത്തിയില്ലേ? 500 അല്ലെ 1000 ഒക്കെ വരെ എത്തി. അപ്പൊ അവിടെ 300 വെച്ചും കൊണ്ട് നമുക്ക് കമ്പാരിസൺ നടത്താനായിട്ട് പറ്റില്ല. പക്ഷെ ആ ആക്ട് രൂപീകരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉള്ള എമൗണ്ടുകൾ വെച്ചിട്ടാണ് ഇവിടെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നാൽ മസ്റ്റായിട്ടും ഇതിന്റെയൊക്കെ അണ്ടറില് ഏതൊരു സ്ഥാപനം അവിടെ വിലമതിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഇത്രയും അംഗങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ ചില ആക്ടിന്റെ കീഴില് മസ്റ്റായിട്ടും വരേണ്ടതാണ്. അത് നിയമവ്യവസ്ഥയാണ്. അപ്പൊ ആ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ തന്നെ എംപ്ലോയിക്ക് കൊടുക്കേണ്ട അർഹതപ്പെട്ടതെല്ലാം കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇതിന്റെ പറഞ്ഞിരിക്കുന്ന എമൗണ്ടും കാര്യങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിരിക്കും. കാരണം നമുക്കറിയാം പഴയ കാലഘട്ടത്തിന്റെ ആ സ്ലാബ് എന്നല്ല ഇപ്പൊ ഉള്ളത്. കൂലി മേടിക്കുക എന്നുള്ളത് തന്നെ വേരിയേഷൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ പേയ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിച്ചത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു മറ്റ് ബെനിഫിറ്റ്സുകൾ പോലെയല്ല ഇത് മസ്റ്റ് ആയിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട ബെനിഫിറ്റ്സുകളൊക്കെയാണ്. ആദ്യം കണ്ടതൊക്കെ എംപ്ലോയറുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഉള്ള ബെനിഫിറ്റുകളൊക്കെയാണ്. നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് പറയുന്നത് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലേക്ക് പോകാം. These benefits are given to employees to provide financial stability to employees during old age, especially after retirement. അതായത് അവിടെയുള്ള എംപ്ലോയീസിന് ഏജ് ആകുമ്പോൾ ആഫ്റ്റർ റിട്ടയർമെന്റിനൊക്കെ ശേഷം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then following are such benefits available to employees-ന് ഈ രീതിയിലുള്ള ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ട് താഴെ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് EPFS. അതൊക്കെ നിങ്ങൾ അബ്രിവേഷൻസ് ഒക്കെ മസ്റ്റ് ആയിട്ട് നോക്കി വെക്കുക. അതിന്റെ കുറച്ച് ഇയേഴ്സ് സ്റ്റാർട്ടിങ് അല്ലെ, എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആ ഇയർ ഒക്കെ ഓർത്ത് വെക്കണം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്സ് EPFs അല്ലെ. In order to make it legally required for organizations to follow certain guidelines with regard to old age and retirement benefits, the Employees Provident Fund Act was passed in 1952. അതായത് 1952 ഈ ആക്ട് നിലവിൽ വന്നു തുടങ്ങിയത് അല്ലെ. 1952 ആ ഇയർ ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് നിലവിൽ വന്നത് 1952 അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഓൾഡ് ഏജ് ആയിട്ടുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ് അല്ലെ. ഓൾഡ് ഏജ് ആയിട്ടുള്ള പേഴ്സൺസിന് റിട്ടയർമെന്റിന് ശേഷം കിട്ടുന്ന ബെനിഫിറ്റിന്റെ ഇതിന് വേണ്ടിയിട്ടാണ്, ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നിലവിൽ വന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഗൈഡ് ലൈൻസ് അല്ലെ, മാനദണ്ഡങ്ങള് അതിന്റെ അണ്ടറിലുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ ആയിരിക്കണം അതിന്റെ ഗുണഭോക്താക്കൾക്ക് എംപ്ലോയീസിന് അതിന്റെ ബെനിഫിറ്റുകളൊക്കെ നേടിക്കൊടുക്കാനായിട്ട്. നോക്കാം.
അതിലെ ബിഗിനിങ്ങിൽ എന്താ പറഞ്ഞു നോക്കാം. സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്ന ആ ഇയറിൽ അതല്ലേ 1952 ആ ടൈമിൽ ദിസ് ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ടു എംപ്ലോയ് വിത്ത് മന്ത്ലി പേ നോട്ട് എക്സീഡിങ് 300 ഇൻ 6 മേജർ ഇൻഡസ്ട്രീസ്. ഒരു 6 വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ആണ് പ്രധാനമായിട്ടും ഇതിന്റെ ആക്ടിന്റെ കീഴിൽ വരാനായിട്ടുള്ള നിലവിലുണ്ടായിരുന്നത്. അതായത് ആ ടൈമിൽ 300 മോർ ദാൻ 300 റുപ്പീസ് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന എംപ്ലോയീസിന് അവർക്കുള്ള ബെനിഫിഷ്യൽ ആയിട്ടാണ് ഈ പാക്കേജ് നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഇതിലൊന്നും പ്രധാനമായിട്ട് പഠിക്കണമെന്നില്ല. കാരണം നമുക്കറിയാം വെരിഫിക്കേഷൻ ഒക്കെ ഒരുപാട് വന്ന് അല്ലെ, ആ ഒരു ടൈമിലുള്ള പേയ്മെന്റ് ഒന്നല്ല ഇപ്പൊ എംപ്ലോയീസിന് ലഭ്യമാകുന്നത്. അതിനേക്കാൾ കൂടുതൽ പേയ്മെന്റുകളാണ് ഏതൊരു സ്ഥാപനവും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലാബിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഹവർ ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ 1981 വിത്ത് മോഡിഫിക്കേഷൻ ഡ്യൂറിംഗ് ദ ഇന്റർവെനിങ് പീരിയഡ് ദ ആക്ട് ബ്രോട്ട് അണ്ടർ ഇറ്റ്സ് purview 172 industries or classes of establishments for the benefit of employees with the pay not exceeding 1000. അപ്പൊ 1952 നിന്ന് 1981 ആയപ്പോഴേക്കും ആ ഒരു എന്താ പറയുന്ന 6 മേജർ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ വന്നു. 172 ഇൻഡസ്ട്രീസിനൊക്കെ ഇതിന്റെ ആക്ടിന്റെ കീഴിൽ വരാനായിട്ട് സാധ്യമായി. അതായത് അവിടെ പേയ്മെന്റ് 1000-നേക്കാളും മേലെയുള്ള എംപ്ലോയീസിനൊക്കെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. അവിടെ 172 ഇൻഡസ്ട്രിയൽസ് ഒക്കെ അതിന്റെ ആക്ടിന്റെ കീഴിൽ വരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ 1952 നിന്നുള്ള വേരിയേഷനും നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അറ്റ് ദ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. നിലവിൽ വന്നത് 1952. ആ ടൈമില് നമുക്ക് എത്ര വ്യവസായ സംരംഭങ്ങളെയാണ് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയത്? 6 ഇൻഡസ്ട്രീസ്. അവിടെ നമ്മൾ കണ്ടു അല്ലെ, 300-ന് മേലെയാണ് പേയ്മെന്റ്സിന്റെ ആ ഒരു ഇത് പറഞ്ഞത്. ദെൻ 1981 ആയപ്പോഴേക്കും 172 ഇൻഡസ്ട്രീന് അതിന്റെ അണ്ടറിലേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിച്ചു. അവിടെ 1000-ന് നോട്ട് എക്സീഡിങ് 1000 അല്ലെ, അവിടെ ആ ഒരു റേഷ്യോ പറയാണ് 1000-നേക്കാളും മേലേക്ക് അല്ലെ. അതാണ് പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, വീണ്ടും പറയുന്നത് ഞാൻ ഈ സ്ലാബ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ടുഡേ ദ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻ ആക്ട് പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് ഫാമിലി പെൻഷൻ ഫണ്ട് സിൻസ് 1971 ആൻഡ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് സിൻസ് 1976. അതായത് ഇപ്പോ നമുക്കറിയാം ഈ ഒരു വേരിയേഷൻ ഒക്കെ മാറി അവിടെ പെൻഷൻ ഫണ്ടും അല്ലെ, അതേമാതിരി തന്നെ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ടൊക്കെ ഇത് മുതൽ 1976 മുതലൊക്കെ പ്രാബല്യത്തിൽ വരാനായിട്ട് തുടങ്ങി. ഈ ആക്ടിന്റെ കീഴിലാണ്, അതായത് നമ്മുടെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952-ന്റെ കീഴിലാണ് ഈ വന്നിരിക്കുന്ന ആക്ടുകളെല്ലാം. ഏതൊക്കെ ആക്ടുകൾ? അതായത് ഫാമിലി പെൻഷൻ ഫണ്ട് സിൻസ് 1971 തുടങ്ങിയുള്ള ഫാമിലി പെൻഷൻ ഫണ്ടും, അതോടൊപ്പം തന്നെ എന്താണ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് സിൻസ് 1976 മുതലുള്ള എന്താണ് ഇൻഷുറൻസ് ഫണ്ട്, ഡെപ്പോസിറ്റ് വിത്ത് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്. ഇതൊക്കെ ഓരോ ആക്ടുകളാണ്, ആക്ടിന്റെ കീഴിലേക്കാണ് വരുന്നത്. പക്ഷെ അതിന്റെ ബേസ് ആക്ട് വരുന്നത് ഏതാണ്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 ആണ്. ക്ലിയർ ആയോ? ഓക്കെ, വീണ്ടും പോവുകയാണെങ്കിൽ അണ്ടർ ദിസ് ആക്ട് ഇവിടെ പറയാണ് 3 schemes have been launched and are operative. എന്താ പറയണത്? അതിന്റെ ഈ ആക്ടിന്റെ കീഴിൽ പ്രധാനമായിട്ടും 3 സ്കീമുകളാണ് പ്രാവർത്തികമാകുന്നത്. All these 3 schemes are administered by the Central Board of Trustees consisting of nominees of the central and state governments and organization of workers and employees. അതായത് നമ്മളുടെ ഒരു ട്രസ്റ്റിയുടെ കീഴിലാണ് ഈ 3 സ്കീമുകളും വന്നിരിക്കുന്നത്. ആ ട്രസ്റ്റിയിൽ ആരൊക്കെയാണ് മെമ്പർഷിപ്പ് ഉള്ളതെന്ന് പറയുന്നത് അവിടെ എടുത്ത് പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി അല്ലെ, അതിന്റെ കേന്ദ്ര കാര്യനിർവഹണത്തിൽ നിന്നുണ്ട്. നോമിനീസുകളുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്
സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നോമിനീസ് ഉണ്ട്, ആൻഡ് ഓർഗനൈസേഷൻസ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ്. അവിടെയുള്ള വർക്കേഴ്സ് എന്നുള്ള നോമിനീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ എംപ്ലോയേഴ്സ് അല്ലെ, തൊഴിലുടമയും എല്ലാം കൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രസ്റ്റിയുടെ കീഴിലാണ് സ്കീമുകൾ രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? പതിയെ പതിയെ പോവാം. നമ്മൾ ആദ്യം തന്നെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പറഞ്ഞു, 1952 ആണ്. ഓക്കെ, നിങ്ങൾ ഓക്കെയാണ്, ഞാൻ സ്ലോവിൽ തന്നെയാണ് പോണത്. അതിനുശേഷം നമ്മൾ അതിലെ ഭേദഗതികളൊക്കെ വന്ന് അല്ലെ 1981 കാര്യം പറഞ്ഞു. ഞാൻ ഇതിന്റെ കീഴിൽ 2 ആക്ടുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു, 1971 1976. തന്നെ ഈ ആക്ടിന്റെ കീഴിൽ 3 സ്കീമുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സ്കീമുകൾക്ക് അല്ലെ എന്താണ് അതിന്റെ ആ ഒരു ഭരണ നിർവഹണം എന്താണ് പ്രധാനമായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി കൗൺസിലിംഗ് അല്ലെ, അവിടുത്തെ ആ ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് അതിന്റെ ഭരണ നിർവഹണം നടക്കുന്നത്. ആ ട്രസ്റ്റിയുടെ ഉള്ളില് ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട്? സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ബോർഡിന്റെ നോമിനീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അതാത് സംസ്ഥാന ഗവൺമെന്റിന്റെ നോമിനീസ് ഉണ്ട്, അതിന് ഓർഗനൈസേഷൻ വർക്കേഴ്സ് അല്ലെ, ആ ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വർക്കേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ എംപ്ലോയേഴ്സ് അതിന്റെ ആ സ്ഥാപനത്തിന്റെ തൊഴിലുടമകളും. അങ്ങനെയുള്ളവരുടെ കീഴിലാണ് ഈ സ്കീമുകൾ കൈകാര്യം ചെയ്യുന്നത്. there are various regional and sub-regional offices for the administration of these schemes. ഇവിടെ നമുക്കറിയാം പ്രാദേശികമായിട്ടുള്ള കുറെ സബ് റീജിയണൽ ആയിട്ടുള്ള ഓഫീസുകളൊക്കെ ഉണ്ട് അല്ലെ, പ്രാദേശികമായിട്ടുള്ള ഇതുകൾ നമുക്കറിയാം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒക്കെ ഉള്ള രീതിയിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ സാന്നിധ്യം വഹിക്കുന്നവരുണ്ട്. The CPF Commissioner is the Chief Executive Officer of the EPF organization. എന്താണ് CPF എന്ന് പറയുന്നത്? അതായത് സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട് ആണ് CPF എന്ന് പറയുന്നത്, സെൻട്രൽ ബോർഡ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. അതായത് സെൻട്രൽ ബോർഡിലെ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ആണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ, CPF നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതിലെ ചീഫ് ഓഫീസർ തന്നെ എന്താ പറയുന്നത്? ഇസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ EPF ഓർഗനൈസേഷൻ. എന്താ EPF ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. നമ്മൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ചീഫ് ഓഫീസർ കമ്മീഷൻ എന്ന് പറയുന്നത് CPF കമ്മീഷണർ ആണ്. ഓക്കെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ പേരെന്താണ്? CPF കമ്മീഷണർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? then വീണ്ടും എന്താണ്? ഒഫീഷ്യേറ്റിംഗ് ആസ് എ സെക്രട്ടറി ടു ദ ബോർഡ്. then വീണ്ടും അതിലെ മറ്റു ഇതെന്ന് പറയുന്നത് സെക്രട്ടറി, ബോർഡിന്റെ സെക്രട്ടറി ഒക്കെയാണ് അതിന്റെ ഇൻചാർജ് ഉള്ള വ്യക്തികൾ, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള ഇൻചാർജ് ഉള്ള വ്യക്തികൾ. നമുക്ക് എന്താണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്? EPF എന്താന്നുള്ളത് കൂടുതൽ അല്ലെ, കൂടുതലായിട്ട് കുറച്ച് നമുക്കറിയാം. EPF ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു എംപ്ലോയറോ അദ്ദേഹത്തിന് ഒരു കോൺട്രിബ്യൂഷൻ ഇടും, എംപ്ലോയീസും കോൺട്രിബ്യൂഷന് അല്ലെ ഓരോ മാസം പിടിച്ചു വെക്കും. അത് നേരെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. PF-ന്റെ ടൈമിൽ അല്ലെ, കേസ് അത് എന്താണ്, ഒരു വർക്കർ അത് പിരിഞ്ഞു പോകുന്ന ടൈമിൽ PF ഒന്നിച്ചിലംശമായിട്ട് തന്നെ കൊടുക്കും. ഇൻ കേസ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിലൊക്കെ ലോണൊക്കെ എടുക്കാം. അങ്ങനെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട കുറെ പാക്കേജുകളുണ്ട് ഇപ്പോ അല്ലെ. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം PF-ന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുണ്ട് അല്ലെ. നമുക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ജോലി നേടണമെന്ന് പ്രധാനമായിട്ടും ആശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം കുറെയൊക്കെ വെരിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. ചിലപ്പോ PF ഒക്കെ കിട്ടാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാകുന്ന കാലഘട്ടമാണ് അല്ലെ നമുക്കറിയാൻ കഴിയുന്നത്. അതേസമയം പണ്ട് കാലത്ത് നമ്മൾ ഗവൺമെന്റ് ജോലി തിരഞ്ഞെടുക്കാനായിട്ട് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് PF കിട്ടും അല്ലെ. ഇൻ കേസ് റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ കിട്ടും എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ടായിരുന്നു. ആണോ? ഇപ്പോഴും ആനുകൂല്യം കിട്ടണില്ല എന്നല്ലാത്ത ചെറിയ ചെറിയ ചില സ്ഥാപനങ്ങളിലൊക്കെ ചില ഇഷ്യൂസുകൾ വരുന്നുണ്ട് ഇല്ലേ? ശരിയാണോ? അതിനെ കുറിച്ചൊന്നും ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല. ഓക്കെ ആണോ?
ഹലോ, ഓക്കെ ആണോ? ഓക്കെ, ഇതില് നമുക്കറിയാം, ഇതില് കൂടുതൽ അല്ലെ ഈ കാലഘട്ടത്തിനെ അനുസരിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല. അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് മാത്രമേ അവിടെ എടുത്ത് പറയുന്നു. ഓക്കെ, എന്നാലും നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും ഭാഗത്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അവിടെ ആ ലാസ്റ്റ് പോയിന്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേരാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, ഈ CPF കമ്മീഷൻ ബോർഡിന്റെ സെക്രട്ടറി ആയിട്ട് ചുമതല വഹിക്കുന്നത് എന്താണ്, നമ്മുടെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് അല്ലെ. അവിടെ എടുത്ത് പറയുന്നുണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഒന്ന് നോട്ട് ചെയ്തേരെ. CPF Commissioner is the Chief Executive Officer of the Employees Provident Fund Organization, officiating as a secretary to the board. അദ്ദേഹമാണ് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത്. ക്ലിയർ ആയോ? ആരാണ് സെക്രട്ടറി എന്നുള്ള കാര്യം ഓക്കെ ആയോ? ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. നോക്കാം, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, ദ എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976 നമ്മളിവിടെ പറഞ്ഞു അല്ലെ. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് സിൻസ് അല്ലെ 1976 മുതൽ PF-ന്റെ അണ്ടറിൽ വന്നതാണ്. എന്താണ്, പ്രൊവൈഡ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്, അതിന്റെ കീഴിൽ വരുന്ന കുറച്ച് ആനുകൂല്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഓൺ ദ ഡെത്ത് ഓഫ് ആൻ എംപ്ലോയി ഡ്യൂറിംഗ് ദ സർവീസ് ഹു ഈസ് എ മെമ്പർ ഓഫ് EPF, അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ദ പെൻഷൻ എലിജിബിൾ ടു റിസീവ് ദ PF accumulation will be paid an extra amount equal to the average balance in the PF account of the decreased during the preceding 3 years if such average balance was not below 1000 at any time during the said period. അതായത് ഇതില് ഇതൊന്നും ഈ കാലഘട്ടത്തിൽ ഫോളോ ചെയ്യുന്ന എമൗണ്ട്സുകളൊന്നല്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ പേയ്മെന്റും അല്ലെ സാലറിയും കാര്യങ്ങളൊക്കെ വേരിയേഷൻ ആണ്. അതിനനുസരിച്ചിട്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും വേരിയേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആനുകൂല്യമായിട്ടുള്ള ഇയറും എമൗണ്ട് ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. മിക്കവാറും ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് വരാറില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഓർക്കാം. ഇത് എന്തിന്റെ അണ്ടറിലാണ് വന്നത്? നമ്മള് EPF-ന്റെ മെമ്പർഷിപ്പ് ആയുള്ളവർക്ക് മാത്രമാണ് ഇതിനുള്ള അർഹതയുള്ളൂ. അതായത് ഹു ഈസ് മെമ്പർ ഓഫ് EPF, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള എന്താണ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾക്ക് എന്നുള്ള അർഹതയുള്ളൂ. ഓക്കെ ആണോ? ആ പോയിന്റ് ഓക്കെ ആണോ? ദെൻ അവർക്ക് നമുക്കറിയാം ഇൻ കേസ് സർവീസിൽ ഇരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിലും അതിനുശേഷം ആണെങ്കിലും അല്ലെ ആ ഒരു ടൈം ആണെങ്കിലും എടുത്ത് പറയുന്നുണ്ട് eligible to receive a PF accumulation will be paid during സർവീസിൽ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ട് അല്ലെ. അവിടെ എടുത്തു പറയുന്ന ഇയറും എമൗണ്ട് ഒക്കെ വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. കാരണം എന്നാലും ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ്. എന്താണ് ഡിസീസ്ഡ് ഡ്യൂറിംഗ് ദ പ്രിസീഡിങ്, ആ
മുന്നിലുള്ള 3 വർഷത്തിനെ അപേക്ഷിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ടും ആ ഒരു അല്ലെ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്. നമുക്കറിയാം ഒരു വ്യക്തി ആ സ്ഥാപനത്തില് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർഷം വർക്ക് ചെയ്യുമ്പോൾ ആ വ്യക്തി എന്താണ് അവിടുത്തെ മസ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു പ്രിസീഡിങ് ആയിട്ടുള്ള മുന്നിലുള്ള 3 ഇയറിന്റെ ആ ഒരു വരുമാനത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ നിശ്ചയിക്കുന്നത്. അവിടെ എടുത്തു പറയുന്നുണ്ട്, ബാലൻസ് വാസ് നോട്ട് ബിലോ 1000 അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദി സെയിം പീരിയഡ്. 10,000 is the maximum amount of benefit payable under this scheme. അതായത് അവിടെ മാക്സിമം 10,000-നേക്കാളും കൂടാനും പാടില്ല, മിനിമം അല്ലെ അതിക്കുള്ളിൽ ഇത്രയും വർഷം വർക്ക് ചെയ്യുമ്പോഴേക്ക് അവർക്ക് ഓരോ വർഷം 1000 രൂപ വെച്ച് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത്രയും വർഷം അതിക്ക് മുമ്പ് അല്ലെ നമുക്കറിയാം ഓരോ എംപ്ലോയിയുടെ സാലറിയെ ബേസ് ചെയ്തിട്ട് ഇത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അതില് ലംസം അല്ലെ മാക്സിമം ഒരു എമൗണ്ടിന്റെ വേരിയേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം വേരിയേഷൻ വ്യത്യസ്തമാണ്. ഈ കാലഘട്ടത്തിന്റെ മാക്സിമം എമൗണ്ട് ആണോ ആ എമൗണ്ടിൽ കൂടുതലാവാൻ പാടുമില്ല. അതിനേക്കാൾ മുമ്പ് ഈ വ്യക്തി എത്രത്തോളം നാൾ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ വ്യക്തിയുടെ ആ ഒരു കൈപ്പറ്റിയ എമൗണ്ടും കൂടി ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഫണ്ട് നിശ്ചയിക്കുന്നത്. Okay, similar to this scheme is a statutory provident fund scheme, which also provides a pension and a group insurance benefits in addition to provided fund to workers SMT plantations. അതായത് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിലൊക്കെ എന്താണ് തോട്ടം തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അവരെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറെ സ്കീമുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. താഴേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് യൂണിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്കീം ഈസ് ടു ഡിസെൻട്രലൈസ്ഡ് വേ ഇൻ വിച്ച് ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് അറ്റ് ദ ഗാർഡൻ ലെവൽ. In each estate, a primary committee with 2 representatives of employees and workers with the garden superintendent or a manager as a chairman is empowered to sanction and distribute loans and advance to the members and settle their accounts. അതായത് ഇപ്പൊ ഇവിടെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു ലംസം എമൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ആ എമൗണ്ട് വെച്ചിട്ട് അവർക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കും. അതായത് അവർക്ക് ലോൺ എടുക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും അല്ലെ. അപ്പൊ ഒരു പ്രത്യേക ആനുകൂല്യങ്ങൾ ഇതിന്റെ ബേസിൽ അല്ലെ. ഒരു നമുക്കറിയാം എന്തിനാണെങ്കിലും ഒരു ഈട് വേണം അല്ലെ. ഏത് സ്ഥാപനമാണെങ്കിലും എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈട് ഉണ്ടാവൂലേ, ഈട് വെക്കാൻ പറയില്ലേ. ബാങ്കിലാണെങ്കിലും നമ്മൾ ലോൺ എടുക്കണമെങ്കിൽ അവരെന്തെങ്കിലും പറയോ? എന്തെങ്കിലും ഈട് വെക്കാൻ പറയോ? എന്തെങ്കിലും റെസിപ്റ്റോ അല്ലെങ്കിൽ ഗോൾഡോ എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെയാണ് ഈ തോട്ടം തൊഴിലാളികൾക്കൊക്കെ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇതിന്റെ ബേസിലൊക്കെയാണ് അവര് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കുറെ പേരെ നിയോഗിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാവർക്കും നമുക്കറിയാം, എല്ലാവർക്കും അവിടെയുള്ള വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാവർക്കും മേലാധികാരികളുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള മേലാധികാരികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഗാർഡൻ സൂപ്രണ്ടന്റ് ആവാം അല്ലെ. എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് വിത്ത് ഗാർഡൻ സൂപ്രണ്ടന്റ് or managers as a chairman is empowered to sanction and distribute loans. അല്ലെ, അവിടെയുള്ള സൂപ്രണ്ടന്റോ മാനേജേഴ്സോ അങ്ങനെയുള്ള ചെയർമാൻ പൊസിഷനിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ലോണുകളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അഡ്വാൻസ് പേയ്മെന്റുകൾ കൊടുക്കും അല്ലെ. നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ആനുകൂല്യത്തിന്റെ അഡ്വാൻസ് ആയിട്ട് അവർ കുറച്ച് പേയ്മെന്റ് ഒക്കെ ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്കൊക്കെ കൊടുക്കും. അത് ഒരു സെറ്റിൽമെന്റിന്റെ ബേസിലാണ് അവരത് ഇൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ നമുക്കറിയാം ഇത് ഇപ്പൊ PF വെച്ചിട്ട് ലോൺ എടുക്കുന്നുണ്ട് അല്ലെ. PF വെച്ചിട്ട് ലോൺ എടുക്കാം അല്ലെ. ചിലപ്പോ ആണെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ചിലപ്പോ ആ എടുത്ത ലോൺ കവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിടിച്ചതിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ട് ആയിരിക്കും ഈ വ്യക്തിക്ക് കിട്ടുന്നത്. ആ കാലഘട്ടങ്ങളിൽ തോട്ടം തൊഴിലാളികൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ആ ടൈമിലൊക്കെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ആ ടൈമിലപ്പോ അവിടെയുള്ള ഇത്തരത്തിലുള്ള ലോണിന്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്നത് ഒരുപക്ഷെ സൂപ്രണ്ടന്റും മാനേജേഴ്സ് അല്ലെ. അത്തരത്തിലുള്ള മാനേജിങ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് മാനേജേഴ്സ് ഓരോ സൂപ്രണ്ടന്റ് ഓരോ ചെയർമാനുള്ള ആ ഒരു എംപവേർഡ് ആ ഒരു അധികാരമുള്ള വ്യക്തികളായിരുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടു. എന്താണ് ഇതിൽ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ PF അർഹതയുള്ളവർക്ക് മാത്രമാണ് ഇതിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള അവസരമുള്ളത്. അങ്ങനെ ഏത് പേഴ്സൺസ് ഒക്കെയാണ് ഇതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലോണൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കണേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിന്ന് വരാൻ ചെറിയ ചെറിയ ചാൻസ് ഉള്ള കാര്യങ്ങൾ.
ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങളിത് സ്ഥാപിതമായ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ആ ആക്ട് എന്ന രൂപം കൊണ്ടു അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടും കാര്യങ്ങളും ഒന്നും വ്യത്യസ്തമാണ്. അതൊന്നും ഫോളോ ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തിൽ പറ്റില്ല. അമെൻമെന്റ്സുകൾ അനുസരിച്ചിട്ട് ഭേദഗതികൾ ഇതിനെല്ലാം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.